ലോകത്തിലെ തന്നെ ആദ്യത്തെ ഹൈഡ്രജൻ പ്ലാന്റ് നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിലാണ്. അതെവിടെയാണെന്നല്ലേ? കേരളത്തിലെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമായി മാറുന്നു കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് അഥവാ സിയാൽ. 2025 തുടക്കത്തിൽ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്ന പ്ലാന്റിൽ നിന്ന് ലഭിക്കുന്ന ഇന്ധനം വിമാനത്താവള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ ഉപയുക്തമാക്കും. 1000 കിലോവാട്ട് സ്ഥാപിത ശേഷിയുള്ള ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് ആണ് സിയാലിൽ സ്ഥാപിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അതെന്താണെന്ന് അറിയുമോ? പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരു വിമാനത്താവളത്തിൽ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിക്കുന്നത്. BPCLന്റെ സാങ്കേതിക പിന്തുണയോടുകൂടിയാണ് ഈ കൊച്ചി വിമാനത്താവള പരിസരത്ത് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിക്കുന്നത്. ഈ സിയാലിന്റെ പരിസരത്ത് ഹരിത ഹൈഡ്രജൻ ഉൽപാദന കേന്ദ്രം സ്ഥാപിക്കുന്നതിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡുമായി കരാർ ഒപ്പിട്ടു. എയർപോർട്ട് വളപ്പിലെ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിനെ അതിന്റെ പരിസരത്ത് ഹൈഡ്രജൻ പവർ ഉൽപാദന സൗകര്യമുള്ള ലോകത്തിലെ തന്നെ ആദ്യത്തെ എയർപോർട്ട് ഓപ്പറേറ്റർ ആക്കും. എന്താണ് ഈ ഗ്രീൻ ഹൈഡ്രജൻ? ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം സൗരോർജം അല്ലെങ്കിൽ കാറ്റ് പോലുള്ള പുനരുപയോഗ ഊർജ സ്രോതസ്സുകൾ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഹൈഡ്രജനെയാണ് ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് കാർബൺ ഉണ്ടാകുകയില്ല. ജലത്തിൽ നിന്ന് ഹൈഡ്രജനും ഓക്സിജനും വേർതിരിക്കുന്ന വൈദ്യുത വിശ്ലേഷണം എന്ന പ്രക്രിയയിലൂടെയാണ് ഇത് നിർമ്മിക്കുന്നത്. ശുദ്ധമായ ഇന്ധനമാണ് ഈ ഗ്രീൻ ഹൈഡ്രജൻ. അതുകൊണ്ട് തന്നെ ഗതാഗത മേഖലയിൽ ഇതിന് നല്ലൊരു ഭാവിയുണ്ട്. സിയാലിന്റെ സൗരോർജ പ്ലാന്റുകളിൽ നിന്നുള്ള വൈദ്യുതോർജ്ജം ഉപയോഗിച്ച് ഭാവിയുടെ ഇന്ധനമായ ഗ്രീൻ ഹൈഡ്രജൻ ആണ് BPCLന്റെ സാങ്കേതിക സഹായത്തോടെ ഉൽപ്പാദിപ്പിക്കുന്നത്. സിയാലിൽ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് 1000 കിലോവാട്ട് ശേഷിയുള്ള ഒരു പ്ലാന്റ് സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടാണ് സിയാലും എണ്ണവാതക പൊതുമേഖല കമ്പനിയായ BPCLും ഒപ്പുവെച്ച ധാരണാപത്രം. ഹൈഡ്രജന്റെ ഉൽപാദനം, സംഭരണം, സാങ്കേതിക വിദ്യകൾ എന്നിവയിൽ വൈദഗ്ധ്യമുള്ള BPCLന്റെ പിന്തുണയോടെ പുതിയ ഊർജ സാങ്കേതിക വിദ്യകൾ സ്വീകരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര വിമാനത്താവള ഓപ്പറേറ്ററായ സിയാൽ ഇതിന് മുൻകൈയെടുക്കുന്നു. ഈ പ്ലാന്റിൽ നിന്ന് ലഭിക്കുന്ന ഇന്ധനം വിമാനത്താവള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് ഉപയോഗിക്കും. ഇതിനായി പ്രത്യേക സജ്ജീകരണങ്ങളുള്ള വാഹനങ്ങളും വാങ്ങും. കരാർ പ്രകാരം കൊച്ചി വിമാനത്താവളത്തിൽ സംയോജിത ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റും ഇന്ധന സ്റ്റേഷനും സ്ഥാപിക്കുന്നതിന് BPCL മേൽനോട്ടം വഹിക്കും. അതേസമയം സിയാലാവട്ടെ ഭൂമി, ജലം, ഹരിത എനർജി എന്നിവയ്ക്ക് മേൽനോട്ടം വഹിക്കും. നിലവിൽ ഏകദേശം 50 മെഗാവാട്ട് സൗരോർജ്ജ ഉൽപാദനത്തിന്റെ ഒരു സ്ഥാപിത ശേഷിയാണ് കൊച്ചി വിമാനത്താവളത്തിനുള്ളത്. ഇവിടുത്തെ സോളാർ ഫാം ആണെങ്കിൽ ഒരു ദിവസം 2 ലക്ഷം യൂണിറ്റ് വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. തുടക്കത്തിൽ ഈ ഹരിത ഹൈഡ്രജൻ എയർപോർട്ടിന്റെ സ്വന്തം ഇലക്ട്രിക് വാഹനങ്ങളായ കാറുകൾ, ബസ്സുകൾ, ഹാൻഡ്ലിംഗ് ഉപകരണങ്ങൾ എന്നിവയ്ക്കായി ഉപയോഗപ്പെടുത്തും. അതുവഴി നിലവിലുള്ള ഫോസിൽ ഇന്ധനങ്ങളെ മാറ്റി കാർബൺ ന്യൂട്രാലിറ്റി ലക്ഷ്യം വെക്കാൻ ഇതിന് സാധിക്കും. ഇത് വിജയകരമാവുകയാണെങ്കിൽ കൊച്ചിയിലെ സമീപ നഗരങ്ങളിലും സർവീസ് നടത്താൻ സാധ്യതയുള്ള സംസ്ഥാന ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ഹൈഡ്രജൻ ബസ്സുകളുടെ ശേഷി വർദ്ധിപ്പിക്കാൻ ഇതിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കേരളത്തിന്റെ ഹൈഡ്രജൻ അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥതയ്ക്കും ഒരു നിർണായകമാണ് ഇത്. ഈ പദ്ധതി വിജയം കാണുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മറക്കാതെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.